ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെക്കേഷന് ബാംഗ്ലൂർ പോയിരുന്നേ. അപ്പോൾ ബാംഗ്ലൂർ പോയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉമ്മ ഓർഡർ ചെയ്തത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. ഉപ്പ അതുതന്നെയാണ് ഓർഡർ ചെയ്തത്. അന്നേരം ഞാനും സൈഗു അതുതന്നെ ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ പെരുപ്പ് അറിയും, പിന്നെ ചിക്കൻ ചില്ലിയുണ്ട്. നമ്മൾ 2 പ്ലേറ്റ് നെയ്ച്ചോറാന്ന് പറഞ്ഞത്. കാരണം നമ്മളിങ്ങനെ വാങ്ങിയിട്ട് ഫുഡ് മൊത്തം ഒന്നും കഴിക്കില്ല കേട്ടാ. അപ്പം നമുക്ക് അവർ നെയ്ച്ചോറെല്ലാം ഇട്ടാന്നേട്ടാ. ജൈഗു ആണെങ്കിൽ നെയ്ച്ചോറിൽ നാരങ്ങ പീയുന്നുണ്ട്. ഞാൻ പീയല വരട്ടും അവൻ കേൾക്കുന്നില്ലേ. അപ്പോൾ സാമ്പാറും ഉണ്ട് കേട്ടാ. അപ്പോൾ ഉമ്മ നെയ്ച്ചോറും സാമ്പാറും കൂട്ടിയിട്ട് ഇറച്ചിക്കറിയും കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ ഒന്നും കൂട്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിച്ച വന്നിട്ടുണ്ട്. ഞാൻ അതിൽ നാരങ്ങ പീയലാണ്. ഉമ്മ പീയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ ജയിക്കാണെങ്കിൽ 2 നാരങ്ങ എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ അങ്കാണെങ്കിൽ തൊട്ടേരം തന്നെ കൈപൊള്ളിപ്പോയി കേട്ടാ. ഞാൻ ഇത്ര ചൂടുണ്ട് വിചാരിച്ചിട്ടില്ല. അന്നേരം ഉമ്മയോട് വരട്ടുമ്പോൾ മുറിച്ചിട്ടിരുന്നുണ്ട്. അപ്പോൾ ഞാൻ തിന്നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഭയങ്കര ചൂടുണ്ടേനു. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കടിച്ച് പറിച്ച് തിന്നലാണ്. അനക്കാണെങ്കിൽ പൊള്ളുന്നുമുണ്ട് വായിൽ വെക്കുമ്പോൾ. ജൈഗു ഇറച്ചി പൊരിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. ഓനാണെങ്കിൽ കുറച്ചേ ചോറിട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പക്ഷിനെയോ റാബിറ്റിനൊക്കെ വിൽക്കുന്നത്. കണ്ടാ നല്ല രസമുണ്ട് കാണുമ്പോൾ. എനിക്കാണെങ്കിൽ അതിനെ വാങ്ങാനും തോന്നുന്നുണ്ട്. ഉപ്പാട് വാങ്ങാനെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുണ്ട നല്ല ക്യൂട്ട് പക്ഷികളും റാബിറ്റും ഉണ്ട്. റാബിറ്റിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടാ. എനിക്ക് ബേർഡ്സിനെ കാട്ടി ഇഷ്ടപ്പെട്ടത് റാബിറ്റിനാണ് കേട്ടാ. റാബിറ്റിനെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ആ ഗിൽസിൻ്റെ ഉള്ളിലേക്കൂടെ തൊട്ട് നോക്കുന്നുണ്ട്. അത് കാബേജ് തിന്നുന്നുണ്ട് കേട്ടാ. പക്ഷികളെ സൗണ്ട് കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ. അത്രക്കും പക്ഷികളുണ്ട് കേട്ടാ. എന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അവിടുന്ന് നല്ല വ്യൂ ഉള്ളതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ട്. ജൈഗും ഗിൽസിൻ്റെ ഉള്ളിൽ കൂടെ തൊട്ടുവെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടേ, ഞാൻ കണ്ണടനെ കൊണ്ടെല്ലാം തൊട്ടുവെക്കുന്നുണ്ട്. അത് കുറേ റാബിറ്റിന് ആ ഗിൽസിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതുണ്ട്, അതിൻ്റെ മുഖമെല്ലാം കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അവിടെ നമ്മൾ നേരെ ഡിമാർട്ടിലേക്ക് വന്നിട്ടാ. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതുണ്ട്, ബ്ലാങ്കറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ബാഗ്സ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാത്രിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുഗൾ ട്രീറ്റിൽ വന്നേ. നമ്മളെപ്പോൾ ഇവിടെയാണ് വരുത്തി ഫുഡ് കഴിക്കാൻ. ഇവിടുത്തെ ഫുഡിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവരെന്താ ഫുഡ് വേണ്ടതെന്ന് ചോദിക്കലാണ് കേട്ടോ. നമ്മൾ രാത്രിക്കെല്ലാം ഇവിടെ എപ്പം വരുന്നതാണ്. അപ്പോൾ ജൈഗു ആദ്യം തന്നെ കുനാഫ വേണം ഒച്ചപ്പാടാക്കി. ഉമ്മ ലാസ്റ്റ് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് ജൈഗു അടങ്ങിയെന്ന്. അപ്പോൾ ജൈഗു നാരങ്ങ എടുത്തിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ ആക്കുന്നുണ്ട്. നേരത്തെ നെയ്ച്ചോറിൽ നാരങ്ങയാക്കി, ഇപ്പോൾ ഈൽത്തും ആക്കുന്ന. എനിക്കിങ്ങനെ അത്ര നാരങ്ങയൊന്നും ഇഷ്ടമല്ലേ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഞാനാണ്. പറയുമ്പോൾ തന്നെ നല്ല ചിരി വരുന്നില്ല ഗൈസ്. അപ്പോൾ മയണൈസ് എല്ലാം കൊണ്ടുവന്നു കേട്ടോ. ഞാൻ അതിൻ്റെ മേലെ മയണൈസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലത്തെ മയണൈസ് ഒഴിച്ചിട്ട് ചിക്കനൊക്കെ ഇട്ടിട്ട് റോളാക്കി തിന്നാൻ വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ചിക്കൻ എന്ന് പറയാനില്ല, അൽഫാമാണ്. അപ്പോൾ നമ്മൾ അൽഫാമെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല പൊരിച്ച അൽഫാമാണ്. ലെഗ് പീസ് സൈഗുക്ക് കൊടുത്ത് ഞാൻ കൊട്ടില്ലാത്ത പീസ് നോക്കിയിട്ട് എടുത്തു കേട്ടോ. ഇതുണ്ട്. പിന്നെ ഇതെന്തോ കറി എനിക്ക് തിരിയുന്നില്ല കണ്ടിട്ട്. ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് തിരിയുന്നില്ലേ. പിന്നെ ഉമ്മാക്കെല്ലാം ഞാൻ മയണൈസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഇഷ്ടം. നമ്മൾ ബട്ടർ നാനാണ് പറഞ്ഞത്. അപ്പം ഇതുണ്ടാ, നമ്മൾ അതിൻ്റെ പേരോ സലാഡും പറഞ്ഞ്. ഇത് കാണുമ്പോഴായിരിക്കും വായിന്ന് വെള്ളം വരുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനാണെങ്കിൽ ആ കറി എന്താന്ന് പോലെ അറിയാണ്ട് കുറേ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ മയണൈസ് അതും കൂടി ഒരുമിച്ച് പെരക്കി. ഞാൻ ഭർത്താനം പറയല, ഞാൻ തിന്നുന്നില്ല കേട്ടാ. അങ്ങനെ സൈഗുണ്ടാണ്ട് ഞാനും നാരങ്ങയെല്ലാം പിന്നെ കേട്ടോ. അതിലത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാകും തിന്നാൻ. ഞാൻ മയണൈസിലെല്ലാം മുക്കി തിന്നുന്നുണ്ട്. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഞാനും പിന്നെ അൽഫാമുമാണ് വാങ്ങുന്നത്. എനിക്ക് അൽഫാമിൽ മയണൈസ് ഒഴിച്ചിട്ട് തിന്നാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടാ.
പിന്നെ നമ്മൾ മൊജീറ്റോ വാങ്ങി. നമ്മൾ 2 ഗ്ലാസ്സാണ് മൊജീറ്റോ വാങ്ങിയത്. ഒരു ഗ്ലാസ് ഞാൻ കുടിച്ച് തീർത്തേ. പിന്നെ 4 ആൾക്ക് വേണ്ടിയിട്ടാണ് മൊജീറ്റോ വാങ്ങിയത്. ഞാൻ അപ്പോഴും കുറച്ച് തീർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചിക്കനിലും എല്ലാത്തിലും മയണൈസിലാക്കിയിട്ട് എല്ലാം മതിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മസ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ജൈഗ കുറച്ചിൻ്റെ കാലെല്ലാം കടിച്ച് നിന്നുണ്ട്. ജൈഗ മൊത്തം തിന്ന്, ഞാൻ മൊത്തം ഒന്നും തിന്നിട്ടില്ല കേട്ടാ. ഞാൻ കൊട്ടെല്ലാം കടിച്ച് പറിക്കുന്നുണ്ട്. ഇറച്ചി മൊത്തം ഞാൻ അവിടെ വെച്ചേട്ടാ. അവർ ജൈഗിനോട് എന്തെല്ലോ ചോദിക്കും, വർത്താനം പറയുന്നെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ മസ്ത് കെട്ടി ഇരിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ തോന്നിയത്, ടിഷ്യൂ പേപ്പർ ചുരുട്ടി ബോളുകളാക്കിയിട്ട് നമ്മൾ എറിഞ്ഞ് കളിക്കലാണ്. പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് കുനാഫ് ഓർഡർ ചെയ്തേ. ചീസ് കുനാഫ് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടാ. അതിലത്ത് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കാന്ന് പറഞ്ഞിട്ട് 2 ആൾ അടിയായേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്, ഞാൻ പകുതി ജൈഗു പകുതി ആക്കാന്ന് പറഞ്ഞേ. ജൈഗു ആണെങ്കിലോ ആ ചൂടുള്ള ഭാഗം തൊടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ജൈഗു തട്ടി അപ്പാടും പൊള്ളിയ. ഇങ്ങനെ നമുക്ക് 1 സ്പൂണിൽ മുറിച്ചിട്ട് കിട്ടതിന് 2 സ്പൂൺ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടാ. എന്നുണ്ട ചീസ് വായിൽ വെക്കുമ്പോൾ തന്നെ എനിക്ക് പൊള്ളിപ്പോയിനെ. എനിക്ക് കുനാഫ ഭയങ്കരമായിട്ട് ഇഷ്ടമാട്ടാ. എല്ലാവർക്കും കുനാഫ ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇതുണ്ടാ കുനാഫ കാണുമ്പോൾ തന്നെ കൊതി തോന്നില്ലേ. അപ്പം നമ്മൾ ഇതൊക്കെ തിന്നലാണ് കുനാഫ. ഇതുണ്ട് നല്ലോണം ചീസെല്ലാം വെളിയുന്നുണ്ട്. നമ്മൾ മുഗൾ ട്രീറ്റിൽ എപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നാലും അവിടുന്ന് കുനാഫ വന്നിട്ടില്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടൂല. അത്രക്ക് ടേസ്റ്റ് അടുത്ത കുനാഫക്ക്. ഇതുണ്ടാ ഈടുന്നാണ് ഇവർ കുനാഫ ഉണ്ടാക്കല്. അപ്പോൾ ഈ കുനാഫ കാണുമ്പോൾ തന്നെ ചെറിയ പോലെ ഉണ്ടാവേ. പക്ഷെ നമുക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ച് തരുമ്പോൾ വലിയ കുനാഫ പോലെ തോന്നും കേട്ടാ. പിന്നെ ഇതുണ്ട ചിക്കൻ കലക്ക് നിരത്തി വെച്ച് നല്ല രസമുണ്ട്. ഇതുണ്ട പ്രൗൺസ് ഫ്രൈ അങ്ങനത്തെ എന്താ സംഭവമൊക്കെ ഉണ്ട് അടിയിൽ. ഇവിടെ മൊത്തം നോൺ വെജാണ് സംഭവം കേട്ടാ. അതിൻ്റെ മേലെല്ലാം മസ്റ്റ് ട്രൈ എന്നെല്ലാം എഴുതി വെച്ചിനെ അവർ. പിന്നെ അതിൻ്റെ അടിയിൽ സ്ക്വിഡ് ഫ്രൈ എന്നെല്ലാം എഴുതി വെച്ചിന്. അന്ന സാധനം നമുക്കറിയില്ല. പിന്നെ ഉപ്പ അവിടുന്ന് ബില്ല് കൊടുക്കലാണ് കേട്ടാ. നമ്മൾ അവിടുന്ന് ജീരകം എടുത്ത് തിന്നലാണ്. ജൈഗോണക്ക് ഭാര്യ എടുക്കുന്നത്. അതിൻ്റെ അടുത്ത് കൂടിയിട്ട് ഒരു ഹോട്ടലും കൂടി ഉണ്ട് കേട്ടാ. അവിടെ ഞാൻ ഡാൻസ് കളിച്ചേ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.